ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് അനലൈസ് ചെയ്ത ശേഷം ബാക്കി കാര്യങ്ങളിൽ നമുക്ക് പോവാം. ഗ്ലോബൽ മാർക്കറ്റ് അനലൈസ് ചെയ്യുമ്പോൾ ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ നിലവിൽ 66 പോയിൻറ്റ്സ് ഡൗൺ സൈഡിലാണ്. S&Pയുടെ നാസ്ഡാക്കിൻ്റെ ക്ലോസിംഗ് വന്നിട്ട് നെഗറ്റീവിലായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സിൻ്റെ ക്ലോസിംഗ് നമുക്ക് പരിശോധിക്കാം. നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. ഒരു ന്യൂട്രൽ ടു നെഗറ്റീവ് എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, CAC, DAX തുടങ്ങിയവ അത്യാവശ്യം സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ സ്ട്രൈറ്റ് ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് പോകുമ്പോൾ രസകരമാണ്. ഏഷ്യൻ മാർക്കറ്റ്സിൽ പരിശോധിക്കുമ്പോഴത്തേക്ക് നമ്മുടെ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് നെഗറ്റീവിലാണ്. ബാക്കി മാർക്കറ്റ്സ് എല്ലാം പോസിറ്റീവ്ലി ട്രേഡ് ചെയ്യുകയാണ്. നിഫ്റ്റി 2% അപ്പാണ്, അതായത് 1400 പോയിൻ്റ് അപ്പാണ്. സ്ട്രൈറ്റ് ടൈംസ് 0.41 പോയിൻറ്റ്സ് അപ്പാണ്, അതായത് 5521.76 റേഞ്ചിൽ ട്രേഡ് ചെയ്യുകയാണ്. ഹാങ്സങ് 2% അപ്പാണ്. തായ്വാൻ വെയ്റ്റഡ് 2% അപ്പാണ്. കോസ്പി 3% അപ്പാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നിലനിർത്തിക്കൊണ്ട് ട്രേഡ് ചെയ്യുകയാണ്. ഗിഫ്റ്റ് നിഫ്റ്റി 0.56% ഡൗൺ സൈഡ് ട്രേഡ് ചെയ്യുകയാണ്. സോ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് നിലവിലെ അവസ്ഥയിൽ സൂചിപ്പിക്കുന്നത്. അത് മാറാം. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് 100 പോയിൻറ്റ്സോ 130 പോയിൻറ്റ്സോ ഗ്യാപ് ഡൗണിലാണ് നിലവിലെ അവസ്ഥയിൽ ഈ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നമുക്ക് പോകാം. നിഫ്റ്റി ഇന്നലത്തെ ഞാൻ വരച്ചു വെച്ചത് സിംപ്ലി അതേപോലെ കിടപ്പുണ്ട്. ഞാൻ അതുപോലെ ഒന്നും മാറ്റിയിട്ടില്ല. കണ്ടല്ലോ, ഗ്യാപ് ഡൗൺ ആൻഡ് അതിനുശേഷം അപ്സൈഡ് പോകുന്നു, തിരിച്ചിറങ്ങുന്നു ആൻഡ് തിരിച്ചു കയറുന്നു. അപ്പം ഇത്രേ ഉള്ളൂ. മാർക്കറ്റിൽ നമ്മൾ ഒന്ന് കാര്യങ്ങൾ ചാർട്ടിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും. സിമ്പിൾ കാര്യമാണ്. സോ ഇന്നും ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് മാർക്കറ്റിലേക്ക് പോകുന്നതെങ്കിൽ നമുക്ക് എന്തായാലും ഈ 24,000 ആണ് ക്രൂഷ്യൽ ഏരിയ. ഒരു ഗ്യാപ് ഡൗൺ വരികയാണ് എങ്ങനെയെങ്കിൽ ഈ ഒരു ഏരിയ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, വളരെ ക്രൂഷ്യൽ സോണാണ് 24,000 എന്ന് പറയുന്നത്. മാർക്കറ്റിൽ ഒരു വീക്ക്നെസ് ഉണ്ടാകണമെങ്കിൽ 24,000 താഴെ ട്രേഡ് ചെയ്യണം മാർക്കറ്റ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി ഏരിയയിലേക്കാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഗ്യാപ് ഡൗൺ വന്നാൽ ഈ ലിക്വിഡിറ്റി ഹണ്ട് ചെയ്ത് മാർക്കറ്റ് തിരിച്ചു പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഈ ഒരു ഏരിയ മാർക്കറ്റ് പാരലൽ ചാനൽ പോലെ ട്രേഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ രണ്ട് ഏരിയ മാർക്കറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ പാരലൽ ചാനലിൻ്റെ ഈ ഒരു ഏരിയ 24,360 എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ഒരു ലിക്വിഡിറ്റി സോണാണ്. അത് പോരാനിട്ട് അതൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യേണ്ട ക്രൂഷ്യൽ സോണ് 24,520. മാർക്കറ്റിലേക്ക് ഒരു ബുള്ളിഷ്നെസ് വരണമെങ്കിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യേണ്ട സോണ് ഇതാണ്. ഓക്കെ, ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് താഴെ വന്ന് ഒന്ന് അപ്സൈഡ് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ബുള്ളിഷ് സെൻറ്റിമെൻറ്റ്സിലേക്ക് പോകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഇതൊരു എൻ്റെ മാത്രം ഒരു അനലൈസിസ് ആണ്. എന്ത് വേണോ സംഭവിക്കാം, മാറാതിരിക്കാം. ഇതെല്ലാം മാർക്കറ്റിൻ്റെ സൈക്കോളജി പോലെ ഇരിക്കും. അപ്പം നമ്മൾ ജസ്റ്റ് ഇതിൻ്റെയൊന്ന് അനലൈസ് ചെയ്ത് നമ്മുടെ ഒരു വേ കണ്ടുപിടിച്ച് വയ്ക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, 24,000 ബ്രേക്ക് ചെയ്തു, അവിടെ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് നമുക്ക് ഹോൾഡ് ചെയ്യാവുന്ന ഒരു സോൺ അല്ലെങ്കിൽ മാർക്കറ്റ് ഡിമാൻഡ് ഏരിയ ഒരു 193 പോയിൻറ്റ്സ് ഡൗൺ സൈഡ് ആയിരിക്കും. 23,844 റേഞ്ചിൽ മാർക്കറ്റ് ഡിമാൻഡ് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിൻ്റെ താഴെ ഇതും. ഓക്കെ, ഇത്രയും സോൺസൊക്കെയാണ് നമ്മൾ ജസ്റ്റ് നിഫ്റ്റിയിലൊന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ, പിന്നെ എന്തെങ്കിലുമൊക്കെ ന്യൂസസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. IPO ലിസ്റ്റിംഗ് ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സ്റ്റോക്സ് ടു വാച്ചിൽ റിസൾട്ട് ഉള്ള കമ്പനികൾ നമ്മൾ ശ്രദ്ധിക്കുക. ബജാജ് ഓട്ടോ, ബന്ധൻ ബാങ്ക്, JSW ഇൻഫ്രാസ്ട്രക്ചർ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസ്, ആവാസ് ഫിനാൻസസ്, ആദിത്യ ബിർള സൺലൈഫ് AMC, അദാനി എനർജി സൊല്യൂഷൻസ്, ആന്തം ബയോസയൻസ്, അദാനി ടോട്ടൽ ഗ്യാസ്, കനറ റബ്ബർ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, ക്രൈസിൽ, ഇന്ത്യൻ ഹോട്ടൽസ്, മാസ്റ്റെക്, മെഡ്പ്ലസ് ഹെൽത്ത് സർവീസ്, ട്രൈഡൻ, TVS മോട്ടോർ കമ്പനി, വെൽസ്പൺ സ്പെഷ്യാലിറ്റി സൊല്യൂഷൻസ്. അപ്പോൾ ഇത്രയും കമ്പനികൾ റിസൾട്ട് ഉണ്ട്. ഇതാണ് പ്രധാന കമ്പനികൾ. ഇത് പ്രധാന കമ്പനികളായതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഓക്കെ, ക്വാർട്ടർലി ഏർണിംഗ്സ് പരിശോധിക്കുമ്പോഴത്തേക്കും ബജാജ് ഹെൽത്ത് കെയറിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, റവന്യൂ റൈസും ഉണ്ടായിട്ടുണ്ട്. ശോഭ ഞാൻ ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ്, പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, റവന്യൂ ജോംസും ഉണ്ടായിട്ടുണ്ട്. SML മഹീന്ദ്രയുടെ പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ട്, അതായത് 67 കോടിയിൽ നിന്ന് 63 കോടിയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്, റവന്യൂ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. കാനറ HSBC ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് നെറ്റ് പ്രീമിയം ഇൻകം സോർ ചെയ്തിട്ടുണ്ട്. റാലിസ് ഇന്ത്യയുടെ പ്രോഫിറ്റ് സ്പൈക്ക് ചെയ്തിട്ടുണ്ട്, റവന്യൂ റൈസ് ചെയ്തിട്ടുണ്ട്. 95 കോടിയിൽ നിന്ന് 125 കോടിയിലേക്കാണ് റാലിസ് ഇന്ത്യയുടെ പ്രോഫിറ്റ് സ്പൈക്ക് ചെയ്തത്. സോ അതൊരു നല്ല ഫിഗർ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ബ്ലൂ സ്റ്റോൺ ജ്വല്ലറിയുടെ പ്രോഫിറ്റ് 6.96 കോടിയാണ്, റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, പിന്നെ വാൻബറിയുടെ പ്ലാന്റിൽ US FDA ഒരു റൂട്ടീൻ കറണ്ട് ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് ഇൻസ്പെക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ ഫെസിലിറ്റിയിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഫോം 48(3) കൊടുത്തു എന്ന് അറിയുന്നു വിത്ത് 6 ഒബ്സർവേഷൻസ്. അത് ഒരു പ്രൊസീജിയറൽ പ്രോസസ്സാണെന്നാണ് എനിക്ക് തോന്നുന്നത്. റെഡിങ്ടൺ ഒരു സ്ട്രാറ്റജിക് അനൗൺസ്മെൻറ്റ് ഒരു ഡിസ്ട്രിബ്യൂഷൻ പാർട്ണർഷിപ്പ് റിസൾട്ടിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് നടത്തിയിട്ടുണ്ടെന്നുള്ള ന്യൂസുണ്ട്.
പിന്നെ ഇൻഡിഗോ ഒരു CFM ഇൻ്റർനാഷണൽ കമ്പനിയായിട്ട് 1000 LEAP 1A എൻജിൻസിന് വേണ്ടി ബന്ധപ്പെട്ട മെമ്മോറാൻഡം സൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ന്യൂസൊക്കെ ഉണ്ട്. മെയിൻ ബോർഡ് ലിസ്റ്റിങ്ങിൽ SBI ഫണ്ട് മാനേജ്മെൻറ്റ്, ആൽപൈൻ ടെക്സ്വേൾഡ് എന്ന് പറഞ്ഞ കമ്പനികളുടെയും ലിസ്റ്റിംഗ് ഇന്നുണ്ട്. സോ ഇത് രണ്ടാണ് പ്രധാനപ്പെട്ട ന്യൂസസ്. ആൻഡ് എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള കമ്പനികൾ ഏതൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് പറയാം. എസ്ജിൽ ഓൾറെഡി ഞാൻ ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ്. എസ്റ്റിൽ ഇപ്പോൾ അത് 610 ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. 630-640 എൻ്റെ ടാർഗറ്റ്. പിന്നെ മേധാന്ത ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന കമ്പനികളൊന്ന് മേധാന്തയാണ്. അപ്പോൾ മേധാന്ത ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ അറിയേണ്ടത്. 1369 ബ്രേക്ക് ചെയ്താൽ കുറച്ച് നല്ല മൂവ്മെൻറ്റ് പ്രത്യേകിച്ച് മേധാന്ത ഹോൾഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഹോൾഡ് ചെയ്യുന്ന കമ്പനി എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കമ്പനികൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. NLC ഇന്ത്യ ഡിമാൻഡ് ഏരിയയിൽ ട്രേഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ബ്രേക്കിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ്. ഞാൻ എക്സ്ട്രാ ഒന്നും പറയുന്നില്ല. ഓക്കെ. KPI ഗ്രീൻ ഞാൻ ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റിന് വെയിറ്റ് ചെയ്യുകയാണ്. KPI ഗ്രീന് ഞാൻ നല്ലൊരു ആവറേജ് പ്രൈസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് താഴെ വന്നു. ഇവിടെ നല്ലൊരു കൺസോളിഡേഷൻ കണ്ടു. ഇതിൻ്റെ ആവറേജ് പോയിന്റ് ഇവിടെ ആയിട്ട് വരും. KPI ഗ്രീന് ഞാൻ ഹോൾഡ് ചെയ്യുകയാണ്. ഓക്കെ. പിന്നെ ജംന ഓട്ടോ ഞാൻ ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ്. എല്ലാം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന എന്താ പറയുക ക്വാണ്ടിറ്റിയാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. അവിടെ നിന്ന് ഞാൻ റൺ ചെയ്യാൻ വിട്ടേക്കുകയാണ്. ഓക്കെ. ഞാൻ വലിയ ടെൻഷനൊന്നും അടിക്കാതിരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ റൺ ചെയ്യാൻ വിട്ടേക്കുകയാണ്. ഓക്കെ. കൃഷ്ണ ഫോസ്കം എല്ലാം ഞാൻ ഹോൾഡ് ചെയ്യുന്ന കമ്പനീസാണ് ഈ ലിസ്റ്റിൽ കിടക്കുന്നത്. ജസ്റ്റ് ഞാൻ ഒന്ന് ക്ഷമിച്ച് വെയിറ്റ് ചെയ്യാം. ഞാൻ എന്താ ഇവിടെ നിന്ന് ഇത് സ്പ്ലിറ്റിന് ശേഷം ഡൗൺ സൈഡ് വന്നു, അവിടെ നിന്ന് തിരിച്ച് കയറുകയാണ്. അപ്പോൾ കൃഷാന ഫോസ്കം ഇതെല്ലാം ഞാൻ ഹോൾഡ് ചെയ്യുകയാണ്. അപ്പം ഇനി എല്ലാ മൂവ്മെൻറ്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം. കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്ത ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്നലെ ഞാൻ ബെറ്റർ ഫുഡ് വാങ്ങിയപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബെറ്റർ ഫുഡും നമുക്ക് നോക്കാം. ഓരോ സ്റ്റോക്സും നമ്മൾ ഒരിത്തിരി സമാധാനത്തോടെ ഹോൾഡ് ചെയ്യാൻ നിന്ന് അതിൻ്റെ ടൈമിൽ പ്രോഫിറ്റിലാവും. സോ നമുക്ക് നോക്കാം. ഓക്കെ. സോ താങ്ക് യു.